എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വക്രജണ്ഡ വരിശകളാണ്. വക്രവും ജണ്ഡവും ചേർന്ന് വരുന്ന വരിശകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നമ്മൾ ആദ്യം തൊട്ടിപ്പോൾ ഒരു 10, 25, 26, 27 ക്ലാസ്സുകളായി. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സപ്തസ്വരം അതിൻ്റെ ആദ്യത്തെ തിയറീസ് മുതൽ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ധാട്ട് വരിശകളാണ്. അതുവരെ കൃത്യമായ ഒരു പാറ്റേൺ, ഒരു ഓർഡറിലാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. ഇത് ഫോളോ ചെയ്യുന്നവർ, പഠിക്കുന്നവർ ആ കൃത്യമായ ആ ഒരു പാറ്റേൺ, ആ ഒരു ഓർഡർ നിങ്ങളെല്ലാവരും കീപ്പ് ചെയ്യണം. അതതുപോലെ എഴുതി വൃത്തിയായിട്ട് നോട്ട് എഴുതി വൃത്തിയായിട്ട് വീഡിയോകൾ നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ട് താളവും ശ്രുതിയും അതിൻ്റെ സ്വരസ്ഥാനങ്ങളും എല്ലാം കൃത്യമായി നിങ്ങൾ കേട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പം സപ്തസ്വരം തൊട്ട് നമ്മൾ ഇന്ന് വരെ ഇപ്പോൾ ഒരു 27, 26, 27 ക്ലാസ്സായി. അപ്പം ഇത് ആദ്യത്തെ വീഡിയോസ് കാണാത്തവരെല്ലാം പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളതെല്ലാം കേട്ട്, താല്പര്യമുള്ളവരത് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ക്ലാസ് ഇടാൻ പറ്റിയില്ല. നമ്മുടെ ഫാമിലിയിലെ വീട്ടിലെ കുറച്ച് അസൗകര്യങ്ങൾ കാരണം കുറേ പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അത് കഴിഞ്ഞ 2 ആഴ്ച മിസ്സായത്. ആരും വേറൊന്നും വിചാരിക്കരുത്. നമ്മൾ ക്ലാസ്സുകൾ ഇനി മുതലുള്ള ക്ലാസ്സുകൾ കൃത്യമായി മാക്സിമം ആഴ്ചയിൽ 1 or 2 ക്ലാസ്സുകൾ, വീക്കിലി വൺസ് എങ്കിലും ഒരു ക്ലാസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പോലെ എല്ലാ ക്ലാസ്സും നമ്മൾ ഇന്നു മുതൽ ഇടുന്നതായിരിക്കും. എല്ലാവരും കൃത്യമായി നമ്മുടെ പേജും അതുപോലെ തന്നെ യൂട്യൂബും എല്ലാം നിങ്ങൾ കൃത്യമായി നോക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. മാക്സിമം കഴിയുന്നവർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ധാട്ട് വരിശകളാണ്. ധാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജമ്പിങ് നോട്ട്സാണ്, ഓർഡറല്ല. സരിഗമാന സമ സമഗമ റിപ ഗധമനി പസ, അങ്ങനെ ഓർഡർ തെറ്റി വരുന്നതാണ്. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നതാണ്. സാ കഴിഞ്ഞാൽ രീ അല്ല, സമ 2 നോട്ട് വിട്ട് നേരെ മായിലേക്ക് പോകും. അതുപോലെ റിപ ഗധ, അങ്ങനെ സ്വരങ്ങളെ ഇങ്ങനെ ഡിസോർഡർ ആക്കിയിട്ട് ജമ്പിങ് നോട്ട്സ്. ഇത് സ്വരസ്ഥാനങ്ങൾ നല്ലപോലെ നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാനും നമുക്കതിൻ്റെ ഇകാരങ്ങളൊക്കെ നല്ലപോലെ ത്രോട്ട് നല്ലപോലെ വർക്ക് ചെയ്യാനും, നമ്മൾ ഈ കീർത്തനങ്ങളൊക്കെ പാടുന്ന സമയത്ത് നമ്മളതിൻ്റെ മനോധർമ്മം പാടുന്ന സമയത്ത് സ്വരങ്ങളൊക്കെ നല്ലപോലെ മനോധർമ്മം പാടാനും ഒക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെസനാണ് ധാട്ട് വരിശകൾ. അതൊരു ജമ്പിങ് നോട്ട്സാണ്. അതിൽ നിന്ന് ഒരു നോട്ടിൽ നിന്ന് 2-3 നോട്ട് വിട്ടിട്ട് അടുത്ത നോട്ടിലേക്ക് ഇങ്ങനെ ചാടി പോവുക. അങ്ങനെ ഒരു സ്റ്റൈല് നോട്ടാണ്. വളരെ യൂസ്ഫുൾ ആയിട്ട് നോട്ടാണ്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ആ നോട്ട് ഒന്ന് വൃത്തിയായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഹെഡിങ് ഇതാണ്, ധാട്ട് വരിശകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് വക്രജണ്ഡ വരിശകൾ. ഇതൊരു വക്രം പോലെ തന്നെയാണ്, പക്ഷെ അതിനകത്ത് ജണ്ഡം കൂടെ വരും. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, ഇത് ധാട്ടാണ്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് ജമ്പ് ചെയ്ത് വരുന്നതാണ് ധാട്ട് വരിശകൾ. അപ്പം ഹെഡിങ് ധാട്ട് വരിശകൾ എന്നാണ് എഴുതേണ്ടത്. എന്നിട്ട് 1ാമത്തെ വരിശകൾ എഴുതുക. അതിപ്പോൾ ഞാൻ പറയാം. 1ാമത്തെ വരിശകൾ സ മ ഗ മ രി ഗ സ രി, സ മ ഗ രി, സ രി ഗ മ. അതുപോലെ സ ഗ രി ഗ സ രി ഗ മ, അങ്ങനെ പലതരത്തിലുള്ള ധാട്ട് വരിശകളുണ്ട്. അതിൽ നമ്മൾ 1ാമതായിട്ട് ആദ്യം ഒരു ചെറിയൊരു വരിശ നമുക്ക് പഠിക്കാം. സമഗരി, നേരെ സായിന്ന് നേരെ മായിലേക്കാണ് പോവുക. സമഗരി. പിന്നെ സിമ്പിൾ സരിഗമ, സമഗരി സരിഗമ. അടുത്തത് രീപ മഗ. ആണോ, രീന്ന് നേരെ ഗായും മായും വിട്ടിട്ട് പായിലേക്കാണ് പോയത്. രീപ മഗ. പിന്നെ രീ ഗ മ പ ഗധ. ഗായിന്ന് ധായിലേക്ക് ഗധ പ മ ഗ ഭ പ ധ. അടുത്ത മായിന്ന് നീയിലേക്കാണ് മനേദ പ
മാ പ ധ നീ. അടുത്ത പായിന്ന് മുകളിലത്തെ സായിലേക്ക് പ സ നീ ധ പ ധ നീ സ. അപ്പം ആരോഹണം കഴിഞ്ഞു. ഇനി അവരോഹണം, ഡിസെൻഡിങ് ഓർഡറാണ്. മുകളിൽ നിന്ന് നമ്മൾ പസ പാടിയ പോലെ അതിൻ്റെ തിരിച്ച് പസ, തിരിച്ച് സ പ സ പ ധ നീ സ നീ ധ പ നീ മാ. ഉണ്ടോ? നീ മാ. നീ നേരെ മായിലേക്കാണ് വന്നത്. അതിനിടയ്ക്ക് ധായും പായും ഒക്കെ നമ്മൾ ഒഴിവാക്കി. നീ മാ പ ധ നീ ധ പ മാ ധ ഗ. ധായിന്ന് ഗായിലേക്ക് പായും മായും ഇട്ടു. ധ ഗ മാ പ ധ പ മാ ഗ പ രി. പായും രീയും നമ്മൾ ആദ്യം ആരോഹണത്തിൽ പ, അതെല്ലാം തിരിച്ച് പ രി ഗ മ പ മ ഗ രി മ സ. ആരോഹണത്തിൽ എങ്ങനെയാ പാടിയത്? സ മ. ഇത് അതിനെ തിരിച്ച് പറയുക. മാ സ രി ഗ മാ ഗ രി സ. സോറി, അത് സമഗരി സരിഗമ. ഒരു ലൈനിൽ 2 വര വരയ്ക്കുക. സമഗരി എന്നെഴുതുക, 1 വര വരയ്ക്കുക. സരിഗമ എന്നെഴുതുക, 2 വര വരയ്ക്കുക. അപ്പോൾ ഇത് 1-ാം കാലത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, നോട്ട് എഴുതേണ്ടത്. 1-ാം കാലത്തിലാണ് നോട്ട് എഴുതേണ്ടത്. 1-ാം കാലത്തിൽ വരുമ്പോൾ എങ്ങനെയാ വരിക? ഒരു ബീറ്റിൽ ഒരു സ്വരം. സപ്തസ്വരം എത്ര ബീറ്റാണ്? 8 ബീറ്റാണ്. 1 2 3 4 5 6 7 8. 8 ബീറ്റാണ് സപ്തസ്വരം അല്ലേ? അപ്പം ഓരോ ബീറ്റിലും ഓരോ സ്വരം. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ആദ്യത്തെ വീഡിയോസിൽ, ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. സപ്തസ്വരം 1-ാം കാലം ഒരടിക്ക് ഒരു സ്വരം. അത് നമ്മൾ മാറ്റിപ്പാടിയത് എവിടെയാ? ജണ്ട വരിശകൾ വന്ന സമയത്താണ് നമ്മളത് മാറ്റിപ്പാടിയത്. ധാട്ട് വരിശകൾ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പാടാം. പക്ഷേ ഇത് ചെറിയൊരു വരിശ ആയതുകൊണ്ട് നമുക്കത് 1-ാം കാലത്തിൽ തന്നെ പാടാം. ഒരടിക്ക് ഒരു സ്വരം. അപ്പോൾ ആദ്യം 2 വര വരയ്ക്കുക. സമഗരി 4 സ്വരം പകുതിയായി 1 വര വരയ്ക്കുക. സരിഗമ 8 സ്വരമായി 2 വര വരയ്ക്കുക. അങ്ങനെ 8 സ്വരങ്ങളായിട്ട് ഓരോ താളങ്ങൾ 2 വര 1 വര 2 വര. താളം തുടങ്ങി, താളം പകുതിയായി, താളം അവസാനിച്ചു. ആ നിലയ്ക്ക് നിങ്ങൾ നോട്ട് എഴുതി പോവുക. അപ്പോൾ 1-ാമത്തെ ലൈൻ പറയാം. സമഗരി 1 വര, സരിഗമ 2 വര, ഒരു താളമായി. സമഗരി സരിഗമ. ഇങ്ങനെയാണ് അത് പാടുക. അല്ലാണ്ടേയും പാടാം, പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ പാടാം. അടുത്ത ലൈൻ രീ 2 വര വരയ്ക്കുക. അതൊക്കെ ഞാൻ പറയില്ല, ഓർത്ത് വെച്ചോണം. രി പ മ ഗ, രി ഗ മ പ. അടുത്തത് ഗ ധ പ മ, ഗ മ പ ധ. അടുത്ത ലൈൻ മ നീ ധ പ, മ പ ധ നീ, പ സ നീ ധ, പ ധ നീ സ. അവരോഹണം സ പ ധ നീ, സ നീ ധ പ. അടുത്ത ലൈൻ നീ മ പ ധ, നീ ധ പ മ. അടുത്ത ലൈൻ ദ ഗ മ പ, ധ പ മ ഗ, പ രി ഗ മ, പ മ ഗ രി, മ സ രി ഗ, മ ഗ രി സ. ഇതാണ് ധാട്ട് വരിശകൾ നമ്മൾ 1-ാമതായിട്ട് നോക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നമ്മുടെ ധാട്ട് വരിശകളിൽ 1-ാമത്തെ
ജമ്പിങ് നോട്ട്സ് ദാട്ടവരിശകൾ നമ്മൾ ഒന്നാമത് പാടുന്നത് സമഗരി സരിഗമ. അത് നമ്മൾ എഴുതുന്നത് ഒന്നാം കാലത്തിലാണ്. അപ്പം ആദ്യം 2 വര വരയ്ക്കുക, പിന്നെ 4 സ്വരം എഴുതുക, പിന്നെ 1 വര വരയ്ക്കുക, വീണ്ടും 4 സ്വരം എഴുതുക, പിന്നെ 2 വര വരയ്ക്കുക. അപ്പം ഒരു താളമായി. അങ്ങനെ 8 സ്വരങ്ങളായിട്ട് 2ഉം 1ഉം 2ഉം വരകളായിട്ട് കൃത്യമായി നിങ്ങളത് നോട്ടിലേക്ക് എഴുതുക ആദ്യം. അതിനുശേഷം സാർ എങ്ങനെയാണ് പാടുന്നത് നിങ്ങളത് കേൾക്കുക. ആ നാട്ടുവരിസകൾ നമ്മൾ സ്വരങ്ങൾ ഇങ്ങനെ ഡിസോർഡറായിട്ട് വരുന്നതുകൊണ്ട് സ്വരസ്ഥാനങ്ങൾ ഒരുപാട് തെറ്റാൻ സാധ്യതയുള്ളൊരു ഒരു ലെസണാണ്. അതുകൊണ്ട് നാട്ടുവരിസകൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ശ്രദ്ധയോടും പാടേണ്ടതാണ്. നാട്ടുവരിസ കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പാഠമാണ്. കാരണം അതിങ്ങനെ സ്വരങ്ങൾ ഓർഡറല്ല. ഇപ്പം നമുക്ക് സരി ഗ മ രി ഗ മ പ ഗ മ പ ദ മ പ ദ നി ഭ ദ നി സ സ നി ദ ഭ നി ദ ഭ മ ദ ഭ മ ഗ ഭ മ ഗ രി സ സരി ഗ മ രി ഗ മ പ ഗ മ പ ദ മ പ ദ നി ഭ ദ നി ഇങ്ങനെ ഓർഡറായിട്ട് വരികയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതങ്ങനെയല്ല, ഓർഡർ അല്ല, അത് ഡിസോർഡറാണ്. സമ രി പ ഗധ മനി പസ സപ നിവ ദഗ പരി മസാ. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ആ ഡിസോർഡറായിട്ട് വരുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടി വേണം അത് പാടാൻ. അപ്പോൾ അത് പാടാം, എല്ലാവരും ഇത് കേട്ടോളൂ. ആദ്യം താളമടിക്കാതെ ആദ്യം സ്വരസ്ഥാനങ്ങൾ പാടി നല്ലപോലെ ഉറപ്പിക്കുക. അതിനുശേഷം സ്വരസ്ഥാനങ്ങൾ ഉറച്ചതിന് ശേഷം മാത്രം ഒന്നാം കാലം ഒരടിക്ക് 1 സ്വരം വീതം പാടി നോക്കുക. അപ്പോൾ നമുക്ക് ലെസൺ ഒന്ന് പാടാം. സ സ മ ഗ രി സ രി ഗ മ. അല്ല, ഇതൊന്നുകൂടെ പാടാം. സ മ ഗ രി സ രി ഗ മ രി പ മ ഗ രി ഗ മ പ. ഒന്നുകൂടി. രി പ മ ഗ രി ഗ മ പ ഗ ധ പ മ ഗ മ പ ധ. ഒന്നുകൂടി. ഗ ധ പ മ ഗ മ പ ധ മ നി ധ പ മ പ ധ നി. ഒന്നുകൂടി. മ നി ധ പ മ പ ധ നി പ സ നി ധ പ ധ നി സ. ഒന്നുകൂടി. പ സ നി ധ പ ധ നി സ. അവരോഹണം. സ പ ധ നി സ നി ധ പ. ഒന്നുകൂടി. സ പ ധ നി സ നി ധ പ നി മ പ ധ നി ധ പ മ. ഒന്നുകൂടി. നി മ പ ധ നി ധ പ മ ധ ഗ മ പ ധ പ മ ഗ. ഒന്നുകൂടി. ധ ഗ മ പ ധ പ മ ഗ പ രി ഗ മ പ മ ഗ രി. ഒന്നുകൂടി. പ രി ഗ മ പ മ ഗ
മാഗരി സാ. മസരിക ഒന്നുകൂടെ പാടാം. മാസരിക മാഗരി സാ. അപ്പം ആ സ്വരസ്ഥാനങ്ങൾ നല്ലപോലെ പഠിക്കുക. ഒന്നുകൂടെ പാടാം. സമഗരി സരി ഗമ രി പ മ ഗ രി ഗ മ പ ഗ ധ പ മ ഗ മ പ ധ മ നി ധ പ മ പ ധ നി പ സ നി ധ പ ധ നി സ സ പ ധ നി സ നി ധ പ നി മ പ ധ നി ധ പ മ ധ ഗ മ പ ധ പ മ ഗ പ രി ഗ മ പ മ ഗ രി മ സ രി ഗ മ ഗ രി സ. ഒന്ന് ജസ്റ്റ് ഒന്ന് താളം അടിച്ച് ഒന്നാം കാലം ഒന്ന് പാടിത്തരാം. നിങ്ങൾ ആദ്യം താളം അടിച്ച് പാടരുത്. ആദ്യം നോട്ട് എഴുതി വീഡിയോ നല്ലപോലെ കേട്ട് സ്വരസ്ഥാനങ്ങൾ അതിൻ്റെ ട്യൂണ് വൃത്തിയായിട്ട് പാടിയതിന് ശേഷം മാത്രം താളം അടിച്ച് പാടാൻ പാടുള്ളൂ. ഒന്നാം കാലത്തിലാണ് ഒരടിക്ക് ഒരു സ്വരം. സമഗരി സരി ഗമ രി പ മ ഗ രി ഗ മ പ ഗ ധ പ മ ഗ മ പ ധ മ നി ധ പ മ പ ധ നി പ സ നി ധ പ ധ നി സ സ പ ധ നി സ നി ധ പ നി മ പ ധ നി ധ പ മ ധ ഗ മ പ ധ പ മ ഗ പ രി ഗ മ പ മ ഗ രി മ സ രി ഗ മ ഗ രി സ. ഇത് നിങ്ങൾ ആദ്യം പാടുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത സമഗരി സരി ഗമ സമഗരി സരി ഗമ രി പ മ ഗരി ഗമ പ. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ 2-3 കാലങ്ങളെങ്കിലും പാടി അതിൻ്റെ അകാര ഇകാരം അകാരങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും പാടണം. അപ്പോഴേ നമുക്ക് ആ ത്രോട്ടിന് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് ഇപ്പം നിങ്ങൾ ഒന്നാം കാലം പാടി ഒന്ന് ഉറപ്പിക്കൂ. ഒരുപാട് വൈകാണ്ട് നമ്മൾ ഈ ആഴ്ച തന്നെ ഒരു ക്ലാസ് കൂടി ഇടുന്നുണ്ട്. ഈ ആഴ്ച മീൻസ് ഇന്നിപ്പോൾ സാറ്റർഡേ, ഓക്കെ, സാറ്റർഡേ സൺഡേ നമുക്കൊരു ഒരു 1 വീക്കിനുള്ളിൽ ഒരു ക്ലാസ് കൂടെ നമുക്ക് ഇതേ സെയിം നോട്ടിൻ്റെ തന്നെ അടുത്ത കാലം കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ നല്ലപോലെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ക്ലാസ്സിൻ്റെ മാത്രമല്ല മറ്റു വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് പഠിക്കൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, പാടാം. ഓക്കെ.